മസ്കറ്റ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്നുള്ള യാത്രക്കാരുടെ പ്രതിഷേധം അവിടെ ഇപ്പോൾ നൃപൻ ചക്രവർത്തി എത്തിയിട്ടുണ്ട്. നൃപൻ, എന്താണ് യാത്രക്കാർ പറയുന്നത്? ഇപ്പോഴും ഒരു മറുപടി ലഭിച്ചിട്ടില്ല എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും. വിനിഷ, അത് തന്നെയാണ് നമ്മൾ രാവിലെ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി യാത്രക്കാർ ഇപ്പോഴും കാത്തു നിൽപ്പുണ്ട്. അവരുടെ ഏറ്റവും വലിയ പരാതി ഇക്കാര്യത്തിൽ ഒരു റെസ്പോണ്ട് എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് റദ്ദാക്കിയത്? അതിനുള്ള കാരണം എന്താണ്? എന്ത് സാങ്കേതിക കാര്യമാണ്? മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ വളരെ ദൂരെ നിന്ന് വന്ന യാത്രക്കാരാണ്. ഒരു തരത്തിലുള്ള അറിയിപ്പുമില്ല. സ്ത്രീകളടക്കം ഈ യാത്രാ സംഘത്തിലുണ്ട്. മുന്നറിയിപ്പില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് റദ്ദാക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ സംഭവമല്ല. നമ്മൾ തുടർച്ചയായി പല ദിവസങ്ങളിൽ സമാനമായ സംഭവം ഉള്ളതാണ്. പകരം ഇന്ന് ഇവിടെ എത്തിയ ശേഷം, എയർപോർട്ടിൽ എത്തിയ ശേഷം യാത്രക്കാരോട് നേരിട്ട് പറയുകയായിരുന്നു. കൗണ്ടറിൽ ഇരിക്കുന്ന സ്റ്റാഫാണ് പറയുന്നത് ഫ്ലൈറ്റ് റദ്ദാക്കി, ഇനി 17-ാം തീയതി പുതിയ ഫ്ലൈറ്റ് വരും, അപ്പോഴേക്കും യാത്രയ്ക്കുള്ള അനുവാദം ലഭിക്കുമെന്നതാണ്. പക്ഷേ പലരും ഈ ദുബായിൽ പോലെയുള്ള, മസ്കറ്റ് പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പലരുടെയും യാത്ര എന്ന് പറയുന്നത് അവിടെ തൊഴിൽ വിസയിൽ കഴിയുന്നവരാണ്. ആ തൊഴിൽ സമയത്ത് തന്നെ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതൊരു മസ്കറ്റിലേക്ക് പോകേണ്ട ഫ്ലൈറ്റാണ്. യാത്രക്കാർ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. യാത്രക്കാർ തന്നെ അവർ നമ്മളോട് നേരത്തെ തന്നെ പരാതി പറഞ്ഞു. എന്താണ് ചേട്ടാ സംഭവിച്ചത്? ചേട്ടാ, ഇതിനകത്തുനിന്ന് രാവിലെ 3:30 വന്ന് ഇവിടെ നിൽക്കുക. ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻറ്റിമേഷനോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. എന്തെങ്കിലും ചോദിച്ചകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അതോറിറ്റി അല്ല, നമുക്ക് റീഷെഡ്യൂൾ ചെയ്ത് ഫ്ലൈറ്റ് ക്യാൻസലായി, ഇവിടെ വന്നിട്ടാണോ ഈ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന് പറയുന്നത്. എനിക്ക് മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. വന്നേക്കുന്ന എന്തെങ്കിലും ചോദിക്കാൻ പറയുന്നത്, നിങ്ങൾ പ്രോപ്പർ ഐ ഡിയിൽ ബുക്ക് ചെയ്ത് കാണത്തില്ല, നിങ്ങൾ വേറെ ബുക്ക് ചെയ്ത ഐ ഡിയിൽ നോക്കൂ, അതിനകത്ത് മെസ്സേജ് പോയിട്ടുണ്ട്. ഇവിടെ പലർക്കും, ഈ ചേട്ടൻ ഉൾപ്പെടെ പലർക്കും എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് മെസ്സേജ് വരുന്നത്. 4 മണിക്കാണോ മെസ്സേജ് അയക്കേണ്ട ഒരു ഫ്ലൈറ്റ് ക്യാൻസലാകുമ്പോൾ? അവർ പറയുന്നത് വെച്ചാൽ ഫ്ലൈറ്റ് ഞങ്ങൾ റെഡിയാക്കാൻ നോക്കിക്കൊണ്ടിരുന്നതാണ്, അത് കഴിഞ്ഞ് പിന്നാണ് റെഡി ആയില്ല, അപ്പോഴത്തേക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഇതാണോ പ്രോപ്പർ ഉത്തരം? ഈ സാങ്കേതികമായി പറയുന്ന ന്യായം അതാണ്. ഇവർക്ക് ഇതേ ഉള്ളൂ ന്യായം. ഇത് ഒന്നൊന്നുമല്ല. അവരുടെ എപ്പോഴും അവർക്ക് ആകെ അറിയുന്നൊരു സംഭവമാണ് ഈ ഡിലേ, ലേ ഓവർ, ഇതൊക്കെ പറയുന്നത്. അതും പോട്ടെ, ഇവർ കണക്ഷൻ ഫ്ലൈറ്റ് ചെയ്യാൻ പറഞ്ഞു. കണക്ഷൻ ഫ്ലൈറ്റ് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ വേണം. ബാംഗ്ലൂർ നാളെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് മസ്കറ്റ്. ഈ കൊച്ചി അതിന് പോലും പ്രോപ്പർ ഇൻറ്റിമേഷൻ തരുന്നില്ല. അതിനകത്ത് 8 മണിക്കൂർ ലേവറും ഉണ്ട്. ഇതിനകത്ത് പ്രോപ്പർ ഇൻറ്റിമേഷൻ ഒന്നും ഇവർ തരുന്നില്ല. ഇവർക്ക് ഒന്നും അറിയത്തില്ല. ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കൺഫേം അല്ല എപ്പോൾ പോകുന്നുള്ളത്, ഇത് എങ്ങനെ പോകുന്നുള്ളത് ഇവർക്കൊരു മറുപടി നമ്മളോട് പറയാനില്ല. പിന്നെ ഇവർ എന്തെങ്കിലും പറയുന്നത് വെച്ചാൽ 17-18 റീഷെഡ്യൂൾ ചെയ്ത് തരാം. ഈ 17-നും 18 അതിന് കൺഫർമേഷൻ ഇല്ല. 17-നോ 18-നോ ചെയ്യാന്നുള്ളത്. ഏത് ദിവസം ചെയ്യുമെന്ന് ഇവരെടുത്ത് ചോദിച്ചാൽ കാര്യത്തിൽ ഉറപ്പില്ല. ഞാൻ റെഗുലർ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അവിടെ പറഞ്ഞ ഷെഡ്യൂളിലുള്ളതാണ്. കറക്റ്റ് ദിവസം അവിടെ ചെന്ന് കയറണം. ഇല്ലെന്ന് എൻ്റെ ജോലി പോയി ഇവർ ചെയ്യൂ. ഇവിടെ ഒരു ചേട്ടൻ കുഴഞ്ഞു വീണ്, ആ ചേട്ടൻ നമ്മുടെ കൂടെ നിന്ന ആളാണ്. നമ്മളടുത്ത് മാറ്റി സൈഡിലോട്ട് ഇരുന്ന പുള്ളി വിസ തീരുന്ന എന്തോ പ്രശ്നമുണ്ട്, ആ പുള്ളി കൊഴിഞ്ഞു വീണത്. അതിനൊക്കെ ആരെടുത്ത് പോയി പറയും? ആര് സമാധാനം പറയും? ഇവർ തരുമോ നമുക്ക് ജോലി? തീർച്ചയായും ബിനിഷ, യാത്രക്കാർ ഓരോരുത്തരും പറയുന്നത് അവരുടെ സങ്കടമാണ്. കാരണം ഒരു തരത്തിലെ ഗൗരവവും ഇക്കാര്യത്തിൽ എയർ ഇന്ത്യ കാട്ടുന്നില്ല. കാരണം അവിടെ അല്പം മുമ്പ് കുഴഞ്ഞു വീണ ഒരാളുടെ കാര്യം, ഒരു യാത്രക്കാരൻ്റെ കാര്യമാണ് മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ നേരത്തെ ഇവിടെ 4 മണിക്കും 4:30ക്കും എത്തിയ ശേഷമാണ് വിമാനം റദ്ദാക്കിയ കാര്യം പറയുന്നത്. അതിന് വ്യക്തമായി എന്തുകൊണ്ട് റദ്ദാക്കി എന്ന കാരണം പറയുന്നില്ല. പലരും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരാണ്. വിസയുടെ കാലാവധി കഴിയുന്നതിന് 1-2 ദിവസത്തിന് മുമ്പായിരിക്കും അവർ യാത്ര പ്ലാൻ ചെയ്ത് വരിക. അപ്പോൾ തിരിച്ചവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ആൾക്കാരുണ്ട്, വിസ കാലാവധി തീരുന്നതിന് മുമ്പ് കയറേണ്ടവരുണ്ട്, ജോലി പ്രവേശിക്കേണ്ട നിശ്ചിത അവധി കഴിയുന്ന ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ട ഈ എയർ ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു ആളുണ്ട്, എന്താണ് രാവിലെ അവരോട് പറഞ്ഞത്? അതെ, ഞാൻ ഇവിടെ തമിഴ്നാട്ടിലിருந்து വരുന്നുണ്ട്. എൻ്റെ സ്ഥലം കോവിൽപ്പെട്ടി. ഞാൻ രാവിലെ ഇവിടെ 5 o'clock എത്തിയ പിന്നെ അവിടെ സെക്യൂരിറ്റിയാണ് പറഞ്ഞത്, നിങ്ങളെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസലായിന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെ കുറേ തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചു എപ്പോൾ ഇത് റീഷെഡ്യൂൾ ചെയ്യുന്ന പറഞ്ഞിട്ട്. റീഷെഡ്യൂളിനെ പറഞ്ഞു ഒന്നും അറിയില്ല, അത് നമ്മൾ ഇവിടെ നിന്ന് റീഷെഡ്യൂൾ വേണമെങ്കിൽ 17th ചെയ്യാന്ന് പറഞ്ഞു. 17 തൊട്ട് 21 വരെ റീഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്. അവിടെ ഒരു ജനറൽ മാനേജറായിട്ട്, ഒരു കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മൾക്ക് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവിടെ പോയി എത്തി നമ്മൾ മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്യണം, അവിടെ എത്തണം. പിന്നെ നമ്മൾ അടുത്തുള്ള ഫ്ലൈറ്റ് നോക്കാൻ പോകുമ്പോൾ അവന്മാർ പറഞ്ഞു ഇല്ല, നിങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകണം, ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കൊച്ചിയിൽ നിന്ന് നാളെ രാവിലെ ഫ്ലൈറ്റ്. അതും ഉറപ്പായിട്ട് അവന്മാർ പറയുന്നില്ല. ഒരു മെസ്സേജ് ഇല്ല നമ്മൾക്ക് ഇത് ക്യാൻസൽ ആയത്. അറ്റ്ലീസ്റ്റ് ഇത് ക്യാൻസൽ നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ വേറെ റീഷെഡ്യൂൾ, വേറെ ഫ്ലൈറ്റ് ചെയ്ത് നമ്മൾ പോയി കാണും. ഇത് ഫസ്റ്റ് ടൈമിൽ എനിക്ക്, ഇത് സെക്കൻഡ് ടൈമാണ്. ഇതുപോലെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വന്നില്ല, എനിക്ക് മെസ്സേജ് കിട്ടി. ആ സമയത്തിനാണ് വേറെ ഫ്ലൈറ്റ് പിടിച്ച് മസ്കറ്റ് പോയി. ഇതാ സംഭവിച്ചത്. ഇപ്പോൾ നമ്മളോട് വണ്ടിയായിട്ട് വന്നുകൊണ്ട് നമ്മളെ ഡ്രൈവർ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മളെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലല്ലോ, എന്തെങ്കിലും എക്സ്പെൻസ് തരുമോ?
നമുക്ക് കോമ്പൻസേഷൻ തരുമോ? മസ്കറ്റിൽ നമ്മളെ വേറൊരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവർ കോമ്പൻസേഷൻ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് തരും. ഞാൻ ഇവരുടെ മുമ്പും ഇതേപോലത്തെ പ്രശ്നങ്ങളിൽ ഫേസ് ചെയ്തിട്ടുള്ള 3 ദിവസം മസ്കറ്റിൽ കിടന്നിട്ടുള്ളത്. ഇവർ ഈ പ്രശ്നങ്ങൾ വന്നാൽ ഇവർ ഒരു കോമ്പൻസേഷൻ ഒരു കാര്യങ്ങളും നമുക്ക് തരത്തില്ല. ഇവരാകെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇനി എന്ത് വിശ്വസിച്ച് നമ്മൾ ഇവരുടെ ടിക്കറ്റ് എടുക്കും? നമ്മൾ റീസണബിളായിട്ട് നോക്കിയിട്ടല്ലേ ടിക്കറ്റ് എടുക്കുന്നത്. തീർച്ചയായും ബിനീഷ, സ്ത്രീകളടക്കം ഈ യാത്രാ സംഘത്തിലുണ്ട്. ഈ വെയിലത്ത് നിൽക്കുന്നവരെ കാണാം. പക്ഷേ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നവരാണ് പലരും. നേരത്തെ മറ്റ് യാത്രക്കാർ പറഞ്ഞതുപോലെ ഈ ഫ്ലൈറ്റിൽ തന്നെ പോകേണ്ടവരാണോ? ഹസ്ബൻഡാണ് പോണത്. പാലക്കാട്. എത്ര മണിക്ക് ഇവിടെ എത്തിയത് ഒരു അരമണിക്കൂർ മുമ്പ്. മസ്കറ്റിൽ തന്നെ ജോലി. അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഇവിടെ ഇത്രയും 300-350 ആൾക്കാരുണ്ട്. നമ്മളൊരു ഡൗട്ട് ചോദിക്കുക, പ്രായമുള്ള ഒരു അമ്മമാർ അച്ഛന്മാരൊക്കെ ഉണ്ട്, ഒരു ഡൗട്ട് ചോദിക്കുക. അവിടെ ഒരു ഒറ്റ ലേഡി മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കണമെങ്കിൽ സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ഉത്തരം ആൻസർ തരാൻ അവിടെ ഒരു ലേഡി മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും ഒരു ഐഡിയ ഇല്ല, ഒരാൾക്കൊരു ഐഡിയ ഇല്ല. ആകെ 300-350 ആൾക്കാരുണ്ട് ഒരു ഫ്ലൈറ്റിൽ. പ്രായമുള്ളവരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ട്. എന്താ ഇതിൻ്റെ ഒരു ക്ലിയർ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ, ഇത് സംഭവിച്ചു പോയി, ഇനി അടുത്തൊരു ഓപ്ഷൻ കിട്ടുമല്ലോ, അതെന്താണെന്ന് കൂടി ആൾക്കൊരു ഐഡിയ ഇല്ല. ചിലർ പറയും ബാംഗ്ലൂർ പോവുക, ബാംഗ്ലൂർ പോകേണ്ട, ലൈറ്റിന് ഇവർ തന്നെ പറയണം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ മറ്റേ ലൈറ്റ് ആവും, 8 മണിക്കൂർ മറ്റേ ലൈറ്റ് ആവും, ഇതാണ് കാരണം. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ. തീർച്ചയായും യാത്രക്കാരെല്ലാം ഒന്നടങ്കം പറയുന്നത് ആദ്യ സംഭവമല്ല, അവരുടെ എല്ലാം സ്ഥിരം പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ എയർപോർട്ടിൻ്റെ അധികൃതർക്ക് കഴിയുന്നില്ല എന്നാണ്. വളരെ ദൂരെ നിന്ന് നേരത്തെ തന്നെ ഇന്ന് വിമാനം പിടിച്ച് മസ്കറ്റിലേക്ക് എത്താം എന്ന ഉറപ്പിൽ എത്തിയവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹാരവും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകുന്നില്ല എന്ന പരാതിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? പാറശാല. എത്ര മണിക്കാണ്? രാവിലെ. ഇപ്പോഴെന്താ പറഞ്ഞപ്പോൾ കൗണ്ടറിൽ? ഒരു ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നു. 18. അപ്പോൾ ഇന്ന് പോകേണ്ടത് ഇനി 18. 18 പ്രശ്നമാവോ? അല്ല പ്രശ്നമില്ല, സമയമുള്ളവർക്ക് പ്രശ്നമില്ല. അതെ, ഞാൻ ചെങ്ങന്നൂർ നിന്നാണ് വരുന്നത്. രാത്രി ഒരു 2 മണിയായപ്പോൾ അവിടെ തിരിച്ചത്. 2 മണിക്ക് തിരിക്കണമെങ്കിൽ ആ തയ്യാറെടുപ്പ് പറയാമല്ലോ, ഉറക്കമില്ലാതെ നേരത്തെ തിരിച്ചു. ഇനി ഇവർ പറഞ്ഞ 17th അല്ല 18th റീഷെഡ്യൂൾ ചെയ്യാം. അതർവൈസ് അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുക, എന്നിട്ട് തിരിച്ച് കൊച്ചി വരിക, ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ പിന്നെ പോവുക. തിരിച്ച് വന്നിട്ട് പിന്നെ വേണമെങ്കിൽ മസ്കറ്റിന് പൊക്കോന്ന്. അത് തന്നെ കൗണ്ടറിൽ നിന്ന് നേരത്തെ കിട്ടിയ മെസ്സേജ്. അത് ഒരു റീസണും ഇല്ല, വിതൗട്ട് എനി റീസൺ. മെസ്സേജ് വന്നായിരുന്നു. എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, നമുക്ക് വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ല മെസ്സേജ് വന്നിട്ടില്ല. പറഞ്ഞിട്ടില്ല, ക്യാൻസൽ ആയത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ക്യാൻസൽ ആയത് മാത്രം. ഇല്ല, റീഫണ്ട് പറയുന്നുണ്ട്. റീഫണ്ട് കാര്യം പറയുന്നുണ്ട്. രാവിലെ എനിക്ക് 4 മണിക്കാണ് വന്നത് മെസ്സേജ്. പിന്നെ എല്ലാവരും ഇവിടെ എത്തി. 3 മണി ട്രാവൽ ചെയ്യല്ലേ. 4 മണിന്ന് 2 മണിക്ക് ഇറങ്ങിയാൽ നമ്മളെന്ന് പറയുമ്പോൾ ട്രാവലിങ്ങിലാണ്. നമുക്ക് മെസ്സേജ് കിട്ടിയിട്ടുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അറ്റൻഡ് ചെയ്യാൻ ആരും ഇല്ല. കണ്ടില്ല, വെയിലത്ത് നിന്ന് ക്യൂ നിൽക്കുകയാണ്. ഒരുമാതിരി കാറ്റൽ ക്ലാസ് പോലെ നമ്മൾ അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? തീർച്ചയായും സ്വാഭാവികമായിട്ടുള്ളൊരു പരാതിയാണ്. കാരണം യാത്ര പ്രതീക്ഷിച്ച് വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് യാത്രയ്ക്ക് വേണ്ട അവർ ടിക്കറ്റ് എടുത്തു, അവർക്ക് മാന്യമായിട്ടുള്ള ഇടപെടലാണ് എയർ ഇന്ത്യയിൽ നിന്നുണ്ടാകേണ്ടത്. അത് ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വ്യക്തമായ മറുപടിയും അധികൃതർക്ക് നൽകാനും കഴിയുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ പരാതിയുള്ളത്. ഇവിടെ മറ്റ് കൗണ്ടറുകളുണ്ട്, അവിടെയൊന്നും സമാനമായ ഒരു തരത്തിലുള്ള പരാതിയുമില്ല. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ്. മാത്രമല്ല ഇവരോട് വ്യക്തമായ ഉത്തരവും എയർ ഇന്ത്യ അധികൃതർക്ക് നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല നേരത്തെ തന്നെ വിനിഷ പറഞ്ഞതാണ്, ഇക്കാര്യങ്ങളിൽ യാത്രക്കാർ തന്നെ അവർ അനുഭവം നേരിട്ട് പറഞ്ഞതാണ്. ഇവിടെ രാവിലെ ചെങ്ങന്നൂരിൽ നിന്നും ദൂരെ നിന്നും പാറശാലയിൽ നിന്നും കൊല്ലത്തു നിന്നുമൊക്കെ വന്നവരാണ്. അവരിവിടെ എത്തിയ ശേഷം 4 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തി കൗണ്ടറിൽ എത്തുമ്പോഴാണ് ഈ മെസ്സേജ് തന്നെ അവർക്ക് എത്തുന്നത്. ആ മെസ്സേജിൽ തന്നെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ഫ്ലൈറ്റ് റദ്ദാക്കി എന്നൊരു മറുപടി മാത്രമാണ് നൽകിയിട്ടും ഉള്ളത്. വിനിഷ.